നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 19 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. വിദേശത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് ജന്മനാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമൊരുങ്ങും. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാനും മനസ്സിന് വലിയ ആത്മാഭിമാനം നേടാനും സാധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പുതിയ വാഹനങ്ങളും ആധുനിക ഗ്രഹോപകരണങ്ങളും സ്വന്തമാക്കാൻ യോഗമുണ്ട്. സിനിമ, ടെലിവിഷൻ, മാധ്യമ രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭ്യമാകും. ഔദ്യോഗിക യാത്രകൾ ഗുണകരമായി ഭവിക്കുകയും ശാരീരിക ആരോഗ്യം തൃപ്തികരമായി തുടരുകയും ചെയ്യും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും ധൃതിയും നിയന്ത്രിക്കുന്നത് അനാവശ്യ തടസ്സങ്ങൾ ഒഴിവാക്കും. ബാങ്ക് ഇടപാടുകളിലും വായ്പാ തിരിച്ചടവുകളിലും കൃത്യത പുലർത്തുക. സംഭാഷണങ്ങളിൽ സൂക്ഷ്മത കാത്തു സൂക്ഷിക്കുന്നത് അപവാദങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയമായില്യം. പ്രതിസന്ധികളെ മനസാന്നിധ്യം കൊണ്ട് വിജയകരമായി തരണം ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ ശുചിത്വവും മുൻകരുതലുകളും പാലിക്കുക. വസ്തുവകകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ രമ്യമായ ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. താൽക്കാലിക ജീവനക്കാർക്ക് ജോലി സ്ഥിരപ്പെടാൻ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. മേലധികാരികളിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. ക്ഷേത്ര ദർശനങ്ങൾ മനസ്സിന്റെ വലിയ ശാന്തിയും ആശ്വാസവും നൽകും. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വരുമാന വർധനവിനൊപ്പം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പണം വിനിയോഗിക്കും. പങ്കാളികളുമായി ചേർന്ന് ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി കൈവരിക്കും. സാമ്പത്തിക ബജറ്റ് കൃത്യമായി പാലിക്കുന്നത് ഭാവി സുരക്ഷിതമാക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അലങ്കാര വസ്തുക്കളോ ആഭരണങ്ങളോ സമ്മാനമായി വന്നു ചേരും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കുവാനും സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ചിരകാല അഭിലാഷമായ വിദേശയാത്രകൾക്ക് ഔദ്യോഗിക അനുമതി ലഭിക്കും. ഈശ്വരാധീനത്താൽ പ്രതിസന്ധികളെ അത്ഭുതകരമായി മറികടക്കും. സാമ്പത്തിക ബാധ്യതകൾ വലിയ അളവിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വിദേശത്തു നിന്നും അനുകൂലമായ സാമ്പത്തിക സഹായങ്ങളും പിന്തുണയും ലഭ്യമാകും. ജീവിതത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ എളുപ്പമാകും. സാമ്പത്തിക നില കൂടുതൽ സുരക്ഷിതമാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വസ്തു സംബന്ധമായ കേസുകളിൽ അനുകൂലമായ ഉത്തരവുകൾ വന്നെത്തും. ഭരണതലത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കും. അപ്രതീക്ഷിത സാമ്പത്തിക ലാഭം ഉണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സംഭാഷണങ്ങളിൽ ഉയർന്ന പക്വതയും സൗമ്യതയും പുലർത്തുക. അയൽക്കാരുമായും സഹപ്രവർത്തകരുമായും തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തത പാലിക്കുന്നത് കുടുംബത്തിൽ സമാധാനം ഉറപ്പാക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ മുൻഗണന നൽകുക. കുടുംബസ്വത്ത് സംബന്ധിച്ച വിഷയങ്ങളിൽ പരസ്പര ധാരണയോടെയും സമാധാനപരമായ ചർച്ചകളിലൂടെയും മുന്നോട്ട് പോകുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.